ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല. ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? അൻസിബ ടിനി ടോം ഇഷ്യൂ, അതില് നീനാക്കുറിപ്പ് അമ്മയ്ക്ക് എഴുതി കൊടുത്ത പരാതിയില് കുറച്ച് കാര്യങ്ങള് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ ടിനി ടോം എന്ന് പറയുന്ന ചെറ്റ എന്ത് തരം നാറിയാണെന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു പെണ്ണിന്റെ അടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരമല്ല അങ്ങേര് അവിടെ സംസാരിച്ചിരിക്കുന്നത്. എന്തൊക്കെ തരം തെറിയാന്നറിയോ ഈ നാറി വിളിക്കുന്നേ. ഇങ്ങേരെ കണ്ടിട്ട് തന്നെ ആയിരിക്കും ഇങ്ങയുടെ മോൻ വളരുന്നത്. അവന്റെ പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ആയില്ലെങ്കിലേ അതിശയുള്ളൂ. അമ്മാതിരി സ്വഭാവമാണ് ടിനി ടോം. ഞാൻ എന്തോ വലിയ ആളാണ്, വലിയ എന്തോ കൊമ്പത്തെ ടീമാണെന്നുള്ള ഒരു അഹങ്കാരം. ആരെങ്കിലും ഒരാൾ ടിനി ടോമിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോണെ വിളിച്ച് ഭീഷണി, കേസ്, ചക്ക, മാങ്ങ, തേങ്ങ. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂ മോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും, ഒരു സ്ത്രീയെ ഈ നാറി വിളിച്ച വാക്കുകളാണ് ഇവർ ഈ പറഞ്ഞേക്കുന്നത്. ഇതിന്ന് തന്നെ അങ്ങയുടെ കൾച്ചർ എത്രമാത്രം ലോക്കലാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് വളർന്ന ഇവരുടെ മോൻ ഇതിന്റെ ഇടയില് പ്രശ്നങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങേര് ഇത്രയും തറയായിട്ട് സംസാരിക്കുമ്പം അവൻ അതിനേക്കാളും വലിയ തറയായിട്ട് സംസാരിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ. കാരണം മോനെ നന്നാക്കേണ്ട തന്തയാണ് ഇമാതിരി സംസാരിക്കുന്നത്. താൻ ഇങ്ങനെയൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ താൻ തന്റെ വീട്ടിൽ പോയിട്ട് തന്റെ ഭാര്യയോ അല്ലെങ്കിൽ വേറെ വല്ലവരെയോ പോയി വിളിക്കണം. അല്ലാതെ വഴിയെ പോകുന്ന ആൾക്കാരെ വിളിക്കല്ല വേണ്ടത്. എന്നിട്ട് ഈ നാറിയെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. ഉളുപ്പ് വേണം കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുമ്പോ. വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ ഇയാളുടെ പേരില് ഇതുപോലുള്ള ഇഷ്യൂസ് കുറെ ഉണ്ടായിട്ട് പോലും ആക്ഷൻ എടുക്കാത്ത ശ്വേതാ മേനോൻ ആരെയും എന്തേലും ചോദിക്കുമ്പോ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. ഒന്നും അറിയത്തില്ലെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇറങ്ങി പോവാ അവിടുന്ന്. എന്തിനാ അവിടെ കയറി ഇരിക്കുന്നേ? പ്രസിഡന്റ് ആണെന്നും പറഞ്ഞ് കയറി ഇരുന്നാ പോരാ. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് സോൾവ് ചെയ്യാനോ അതിന്റെ പേരിൽ ആക്ഷൻസ് എടുക്കാനോ അറിയണം. ഇത് ചുമ്മാ അതിന്റെ അകത്തോ ഞാൻ വലിയ ആളാണ് എന്നും പറഞ്ഞ് കയറിയിരിക്കുക. എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഒരു കാര്യമില്ലേ. പലരും ഇതിന് സാക്ഷിയാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും. അൻസിബയുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള ബന്ധം ടിനി ടോമിന്റെ വീട്ടിൽ ഇങ്ങനെയാണോ? അത് അച്ഛനും മക്കളൊക്കെ തമ്മില് ഉദ്ദേശം മനസ്സിലാക്കി കാണല്ലോ അല്ലെ? അല്ല, അതുകൊണ്ടായിരിക്കല്ലോ വഴിയെ പോകുന്ന ആൾക്കാരുടെ ഒക്കെ തന്തമാരും മക്കളും തമ്മിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറയാൻ തോന്നുന്നത്. കാരണം സ്വന്തം കുടുംബത്തിൽ കണ്ടതല്ലേ ബാക്കിയുള്ള ആൾക്കാരുടെ കുടുംബത്തിലുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങേര് അവിടെ പറഞ്ഞിട്ടും ആക്ഷൻ എടുക്കാത്ത പഴം പുഴുങ്ങി അവിടെ ഇരിക്കുന്ന ശ്വേതാ മേനോൻ. ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്ന് വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്
ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും ജാതിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് ടിനി ടോം ആണ്. അത് സ്വന്തം ഡ്രൈവറെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ടിനി ടോം വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞത് ടിനി ടോം ആണോന്ന് അറിയത്തില്ല. ആണെങ്കിൽ നീ എന്തൊരു ചെറ്റയാടാ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. മായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ സ്ത്രീ ആയതുകൊണ്ട് എന്തും വേണമെങ്കിൽ പറയാം. പക്ഷെ തിരിച്ചു പ്രതികരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ നിന്ന് നീ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാ ആടിച്ച് നിന്റെ ചെവിക്കൽ അവര് പറ്റിക്കും. അതുകൊണ്ട് നീ പറയത്തില്ല. സ്ത്രീകളാകുമ്പോ എന്തും പറയാം, പ്രതികരിക്കത്തില്ല. പക്ഷെ പ്രതികരിക്കുന്ന ഏതേലും ഒരുത്തന്റെ മുന്നിൽ പോയി നിന്ന് നീ ഇതുപോലെ ഒന്ന് സംസാരിച്ചു നോക്കണം. കിട്ടും നിനക്ക് ഓൺ ദ സ്പോട്ടിൽ മറുപടി. മനസ്സിലാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനകുറുപ്പ് ചേച്ചി വന്നു. നീനകുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അമ്മയിലെ കംപ്ലൈന്റ് കൊടുത്തിട്ട് യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. ശ്വേതമേനൻ അവിടെ പഴം പുഴുങ്ങാൻ വേണ്ടി ഇരിക്കുവാണോ? അവിടെ ഒരു പ്രശ്നം നടന്നു കഴിയുമ്പം അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, അത് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഡയലോഗ് പറഞ്ഞത് കേട്ടു. പിന്നെ നീ എന്ത് പുഴുങ്ങാൻ വേണ്ടിട്ടാ അതിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നേ? ശ്വേതാമേനൊക്കെ അതിന്റെ തലപ്പത്ത് വന്നപ്പോ സ്ത്രീകൾക്ക് നേരെയുള്ള കുറെ കാര്യങ്ങൾ ഇനിയെങ്കിലും കുറയുമെന്ന് നമ്മൾ വിചാരിച്ചായിരുന്നോ? ഇത് കുറയലല്ല. ആര് എന്ത് വേണേലും ചെയ്തോ, ഞാൻ ചിരിച്ചുകൊണ്ട് വന്ന് കൂട്ടു നിന്നോളാം എന്നുള്ള സ്റ്റാൻഡിലാണ് ശ്വേതാമേനൻ പോകുന്നത്. പറ്റുന്ന പണിക്ക് പോ, പറ്റാത്ത പണിയാണെങ്കിൽ കളഞ്ഞിട്ട് ഇറങ്ങിപ്പോ. ചങ്കുറ്റുള്ള ഏതെങ്കിലും പെമ്പിള്ളേർ അതിന്റെ അകത്ത് കയറിയിരുന്നു അങ്ങ് ഭരിച്ചോളും. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയങ്ക, അയ്യോ ടിനി ടോം അങ്ങനെയല്ല, 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 അല്ല അല്ല, കണ്ട് ഓട്ടോ അല്ല. കഷ്ടയുടെ ഈ പ്രിയങ്ക നിങ്ങളുടെയൊക്കെ കാര്യം. ഏതോ ഒരു കേസിൽ നിന്ന് ആ പെങ്കൊച്ചിന്റെ ദയ കൊണ്ട് ഇറങ്ങി വന്നതൊക്കെ പ്രിയങ്ക അങ്ങ് മറന്നെന്ന് തോന്നുന്നു. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാം? നാളെ പ്രിയങ്ക ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിന്നിട്ട് ഇതുപോലെ കിട്ടണം. അപ്പൊ പ്രിയങ്കക്ക് മനസ്സിലാവും ഒരു സ്ത്രീയാണ് ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് പറഞ്ഞത്. എന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കാതെ അല്ലെങ്കിൽ ഒന്ന് ഇരുത്തി സംസാരിക്കാതെ ടിനി ടോം അങ്ങനെയല്ല, ടിനി ടോമിനെതിരെ അങ്ങനെ ആരും കംപ്ലൈന്റ് ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാൻ ഉളുപ്പ് വേണം കുറച്ചെങ്കിലും. ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്നൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങേരുടെ വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് പബ്ലിക്കലി വന്നിട്ട് പറയുന്നത്. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലെ ഭാര്യയുടെ അമ്മയുടെ പെങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അൻസിബ കേസുമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. കുറെ കഴിയുമ്പോ അടങ്ങിക്കോളും ടോമണ്ണൻ. ശരി എന്നാ.